+2 സെക്കൻഡ് ഇയർ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നുള്ളൊരു ഭാഗം പഠിക്കുവാനുണ്ട്. അതിൽ നിന്നും 60 മാർക്കിന് ഫൈനൽ എക്സാമിന് വരുന്നതാണ്. അതിൽ 40 മാർക്ക് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലും 20 മാർക്ക് തിയറിയുമായിട്ടാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നുള്ളതാണ് ആദ്യം പഠിക്കുവാനുള്ളത്. അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ പ്രോസസ്സിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ടിംഗ് പ്രോസസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ പ്രക്രിയയും കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് സൂചിപ്പിക്കാം. ഇറ്റ് ഹെൽപ്പ് ദി ബിസിനസ്മാൻ ടു കംപ്ലീറ്റ് ദി ടാസ്ക് ക്വിക്ക്ലി ആൻഡ് ജനറേറ്റ് അക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഇൻ ടൈം. ഇത് ബിസിനസ്മാനെ എന്ത് ചെയ്യുന്നു? പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അതാ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ റിസൾട്ടുകൾ യഥാസമയം തയ്യാറാക്കുന്നതിന് വേണ്ടിയും കമ്പ്യൂട്ടർ ബിസിനസ്മാനെ സഹായിക്കുന്നു. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡാറ്റ കമ്പ്യൂട്ടറിന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻപുട്ടായിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നു. എന്നിട്ട് യൂസേഴ്സിന് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അത് ആ ഡാറ്റ ഇൻപുട്ട് ബേസ് കമ്പ്യൂട്ടറിന് എൻ്റർ ചെയ്യുന്നു. അത് പ്രോസസ്സിങ് ഒരു പ്രക്രിയ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് റിപ്പോർട്ടുകളായിട്ട് യൂസേഴ്സിന് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. ഇതിലടങ്ങിയ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇവിടെ 5 കോമ്പോണൻസിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒന്ന് പ്രൊസീജിയറാണ്. ലോജിക്കൽ സീക്വൻസ് ഓഫ് അക്കൗണ്ടിംഗ് ടാസ്ക്, അഥവാ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വിവിധ നടപടിക്രമങ്ങളെയാണ് ഇവിടെ പ്രൊസീജിയർ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മളൊരു അക്കൗണ്ടൻസിയിൽ ചെയ്യുന്ന വ്യത്യസ്ത പ്രോസസ് ഉണ്ട്. ട്രാൻസാക്ഷന്, സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്. രണ്ടാമത് സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്. ആ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ഐഡന്റിഫൈ ചെയ്താൽ ജേണലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ലെഡ്ജർ തയ്യാറാക്കുന്നു, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്. ഈ ഒരു പ്രക്രിയയാണ് അക്കൗണ്ടൻസിയിൽ. അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് രണ്ടാമത് ഡാറ്റയാണ്. ഡാറ്റ മീൻസ് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ചില വസ്തുക്കളെയോ അല്ലെങ്കിൽ അക്കങ്ങളെയോ ആണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഇൻപുട്ടുകളെയാണ് ഇവിടെ ഡാറ്റ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ അടങ്ങിയ ഡേറ്റ്, അവിടെ ലെഡ്ജർ അക്കൗണ്ട് നെയിം, എമൗണ്ട്, ഇതൊക്കെ ഓരോ ഡാറ്റയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളെയാണ് ഇൻഫോർമേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഇൻഫോർമേഷൻ എപ്പോഴും മീനിങ് ഫുൾ ഡാറ്റയായിരിക്കും. നമുക്ക് ചില അർത്ഥവത്തായ കാര്യങ്ങൾ ലഭിക്കുന്നതിനെയാണ് ഇവിടെ ഇൻഫോർമേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് പീപ്പിൾ. യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെയാണ് പീപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ അക്കൗണ്ടന്റ്, പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന് ഹാർഡ്വെയർ ആണ്. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് പെരിഫറൽസ്. ഹാർഡ്വെയർ ഈസ് എ ഫിസിക്കൽ കോമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇറ്റ് ക്യാൻ സീ ആൻഡ് ടച്ച്. തൊടാനും കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിന് ചില ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് സൂചിപ്പിക്കുന്നത്. ഇത്
CPU, ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, നെറ്റ്വർക്ക്, മൗസ് ഇതൊക്കെ ഹാർഡ്വെയറിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന് സോഫ്റ്റ്വെയർ ആണ്. Software is a collection of instruction and code installed into the computer and cannot be touched. ഇത് നമുക്ക് ടച്ച് ചെയ്യാൻ സാധ്യമല്ല, അതുപോലെ കാണാനും സാധ്യമല്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വിൻഡോസ്, ലിനക്സ് എന്നിവയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ടാലി, ജിട്രി, MS Excel, ലിബ്രെ ഓഫീസ് കാൽക്ക് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നു. പിന്നെ അക്കൗണ്ടിങ് സൈക്കിളാണ്. അക്കൗണ്ടിങ് സൈക്കിള് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ട്രാൻസാക്ഷന് പിന്നെ ജേണലിലേക്ക് എൻ്റർ ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് പോസ് ചെയ്യുക, ട്രയൽ ബാലൻസ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ട് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നു, വീണ്ടും ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഭാഗമാണ്. മറ്റൊന്ന് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ളതിനെ ഒരു ഹെഡിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ലെഡ്ജർ എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചത്. അത് ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് റെസീറ്റുകളും പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നു. അത് ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അതേമാതിരി ഒരു മേജർ ഹെഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആ ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ്പെൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും. അങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ ഫിക്സഡ് അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചർ, ബിൽഡിംഗ് ഒക്കെ ഫിക്സഡ് അസറ്റ് ഉള്ള ഹെഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഓരോ ഹെഡിൽ വരുന്ന കാര്യങ്ങൾ അതിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് സൂചിപ്പിക്കുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ദി പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ദി ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ഓർഗനൈസിങ് ദം അണ്ടർ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്സ്. ഒരു പ്രത്യേക ഹെഡിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലെഡ്ജർ അക്കൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. കോഡിഫിക്കേഷൻ മീൻസ് ഗിവിംഗ് ആൻ ഐഡൻറ്റിറ്റി ടു വെരിഫൈ അക്കൗണ്ട് ബൈ അലോട്ടിങ് എ നമ്പർ ഓർ ആൽഫബറ്റ്സ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. നമ്മൾ ചില അക്കൗണ്ട് നെയിമിന് കോഡുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ കോഡ് ഉപയോഗിച്ച് ആ അക്കൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് സൂചിപ്പിക്കുന്നത്. അവിടെ നമ്പറുകളോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഉപയോഗിക്കാം കോഡായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ അസറ്റിന് നമ്മൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ 1 ഫിക്സഡ് അസറ്റാണ്. അതുപോലെ 2 കറണ്ട് അസറ്റ് ആയിരിക്കും. ഇനി കറണ്ട് അസറ്റിൽ ഉൾപ്പെടുന്ന സൺഡ്രി ഡെപ്റ്റേഴ്സിന് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ 1 എന്നുള്ള കോഡ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. 1.2.1 എന്ന് പറഞ്ഞാൽ എന്താണ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. ഇങ്ങനെ ഓരോ അക്കൗണ്ടിനും പ്രത്യേക കോഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് സൂചിപ്പിക്കുന്നത്. 3 തരം കോഡുകളുണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കോഡ് എന്നും അതിനെ ടൈപ്സ് ഓഫ് കോഡ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോഡ്. 3 types of code. First one, sequential code. Letters and numbers are used in a consecutive order. ഇതിൽ നമ്പറുകളും അക്ഷരങ്ങളുമാണ് കോഡുകളായി ഉപയോഗിക്കുന്നത്.
സാധാരണ ഇത് സോഴ്സ് ഡോക്യുമെന്റുകൾക്കാണ് ഈ കോഡ് ഉപയോഗിക്കുന്നത്. സോഴ്സ് ഡോക്യുമെന്റ് പറഞ്ഞാൽ ബില്ലുകളിൽ കാണാം, നമുക്ക് ഓരോ ബില്ലിനും പ്രത്യേക നമ്പറുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണാം ഈ 001 ഇതിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എന്നുള്ള എംപ്ലോയി എന്നുള്ളതിൻ്റെ കോഡാണ്. ഇപ്പോൾ എംപ്ലോയി 001 ഒന്നാമത്തെ എംപ്ലോയി ആരാണ്? അജയനാണ്. ഇനി നമ്മൾ അടുത്താക്ക് എന്ത് ചെയ്യുക? ഈ 002 എന്ന് കൊടുക്കുക. ഇങ്ങനെ ലെറ്റേഴ്സും നമ്പേഴ്സും ഉപയോഗിച്ച് കോഡുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അത്തരം കോഡുകളെയാണ് നമ്മൾ സീക്വൻഷ്യൽ കോഡ് എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ബ്ലോക്ക് കോഡാണ്. എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഈസ് അസൈൻഡ് ടു എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇതിൽ റേഞ്ച് ഓഫ് നമ്പേഴ്സിനെ സബ് റേഞ്ചുകളായിട്ട് വിഭജിച്ചാണ് ഗ്രൂപ്പുകൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ അതിനെയാണ് ബ്ലോക്ക് കോഡുകൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 101 മുതൽ 200 വരെ പെൻസിൽസാണ്. അപ്പോൾ ആ ഒരു കോഡിൽ അറിയപ്പെടുന്നത് പെൻസിലുകളായിരിക്കും. അതുപോലെ തന്നെ 201 മുതൽ 250 വരെ നോട്ട്ബുക്ക് എന്നുള്ള കോഡ്. അപ്പോൾ നോട്ട്ബുക്കിന് ആ കോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഐറ്റംസിന് നമ്മൾ പ്രത്യേക ബ്ലോക്കായിട്ട് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇവിടെ ബ്ലോക്ക് കോഡുകൾ എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ന്യൂമോണിക് കോഡാണ്. ആൽഫബറ്റ്സ് ഓർ സിംബൽസ് ആർ യൂസ്ഡ്. ഇവിടെ it consists of alphabets or abbreviation as symbols to codify a piece of information. ഇതിൽ അക്ഷരങ്ങളുടെ ചുരുക്കരൂപമാണ് കോഡുകളായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചുരുക്കരൂപം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരം കോഡുകളെയാണ് ന്യൂമോണിക് കോഡ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ KNR എന്നുള്ള കോഡ് കണ്ണൂരാണ്. MLP എന്നുള്ള കോഡ് സാധാരണ മലപ്പുറം, CLT കാലിക്കറ്റ്, TVM ട്രിവാൻഡ്രം, PKD പാലക്കാട്. ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യുക? കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരം രീതിയിലുള്ള കോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് അക്ഷരങ്ങളുടെ ചുരുക്ക രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂമോണിക് കോഡ് എന്ന് സൂചിപ്പിക്കുന്നത്. Next, methodology to develop a coding structure. The coding system should be planned by considering the nature of information to be presented through the codes. It must be flexible to accommodate the future changes. നമുക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചാൽ അതിൽ ആ കോഡ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ രജിസ്റ്റർ നമ്പറിൽ പറയുന്നത് 112, 13, 39, 32, 114 എന്നാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രത്യേക കോഡാണ്. ഇവിടെ 112, 13 ഉള്ള എന്താണ്? ഒരു സ്കൂൾ കോഡാണ്. അപ്പോൾ ആ സ്കൂളിനെ എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നു? 112, 13. അവനെ 39 അവർ പഠിക്കുന്ന കോഴ്സാണ്. 39 എന്താണ്? കമ്പ്യൂട്ടർ കൊമേഴ്സാണ് പഠിക്കുന്നത്. മറ്റൊന്ന് ക്ലാസ്സാണ്. 3 ക്ലാസ് ഇവിടെ സൂചിക്കുന്നു. 3 ക്ലാസ്സാണ്. അപ്പോൾ 1 സയൻസ്, 2 ഹ്യൂമാനിറ്റീസ്, 3 കൊമേഴ്സാണ്. അപ്പോൾ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. ഇത് 2 സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി. അതിൽ ലാംഗ്വേജ് എന്താണ്? 1 അപ്പോൾ മലയാളം, 2 അറബിക്ക്, 3 ഹിന്ദി. അപ്പോൾ ഇവിടെ 1 പഠിക്കുന്നത്. അപ്പോൾ മലയാളം. ദെൻ 34 റോൾ നമ്പർ, ഇന്ന വ്യക്തിയാണ്. ഇനി റോൾ നമ്പർ മാത്രം മാറ്റിയാൽ മതി. ഇതിൽ ലാംഗ്വേജ് പറഞ്ഞെങ്കിൽ അവിടെ 2 ആവും. അപ്പോൾ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്താൽ അറബിയും മലയാളവും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ 1 എന്നുള്ള എന്ത് ചെയ്ത് 2 അറബി ആക്കിയാൽ മതി. അതുപോലെ ഇവിടെ റോൾ നമ്പർ മാറും. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ ആയിരിക്കും ആ ക്ലാസ്സിൽ. ഇങ്ങനെ നമുക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വിദ്യാർത്ഥിയെ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഏതിന് പഠിക്കുന്നു എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടെ വേറെ ഏതെങ്കിലും കോഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? 36 ആണെങ്കിൽ മാത്സ് കോമേഴ്സ് ആണ്. ഇനി ഇവിടെ 1 ആണെങ്കിൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെ 1 ആണെങ്കിൽ എന്താണ്?
സയൻസിൽ ബയോളജി സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം കോഡിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ച്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇവിടെ ഫീച്ചേഴ്സ് സാധാരണ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്ന് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഏത് കാര്യവും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. വളരെ ലളിതവും അതിനെ ഏകീകരിച്ചതുമാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കുകൾ. അതേ മറ്റൊന്ന് ട്രാൻസ്പാരൻസി ആൻഡ് കൺട്രോൾ, സുതാര്യതയും നിയന്ത്രണവും ഉള്ളതാണ്. CS provides greater transparency for day-to-day business operations. മറ്റൊന്ന് accuracy and speed. It provides fast, accurate data entry of the transaction. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യതയും അതുപോലെ വിശ്വസനീയമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നു. പിന്നെ സ്കെയിലബിലിറ്റി, ഓരോ ടൈമിലും ദശലക്ഷക്കണക്കിന് ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. റിലയബിലിറ്റി, റിലയബിൾ ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാ CS എൻഷുർ ദാറ്റ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഈസ് അക്യുറേറ്റ് ആൻഡ് കൺട്രോൾഡ്, സേഫ് ഫ്രം ഡാറ്റ കറപ്ഷൻ. അതുപോലെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇൻഫോർമേഷൻ, അതുപോലെ ഡാറ്റ എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ട ഡാറ്റ ഫ്രം ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്നുള്ളതാണ് ഡാറ്റ. ഇൻഫോർമേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. ഡാറ്റ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടുകളെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. അതാ ഇവിടെ ഡാറ്റ പ്രോസസ്സസ് ഇൻഫോർമേഷൻ. നമുക്ക് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിന് ഡാറ്റ എൻട്രി ചെയ്യുന്നു, അത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്ത് മീനിങ് ഇൻഫോർമേഷനാക്കി മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഇവിടെ ഇൻഫോർമേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കൗണ്ട് നെയിം, അക്കൗണ്ട് കോഡ്, ഡേറ്റ് ആൻഡ് അക്കൗണ്ട് ഒക്കെ എന്താണ്, ഡാറ്റകളാണ്. ഈ ഡാറ്റ കമ്പ്യൂട്ടർ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, എല്ലാ എമൗണ്ടുകളും വെരിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, മീനിങ് ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാക്കി തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് യൂസിങ് software of CS, one-time activities, entering details about the organization, accounting year, type of ledger accounts, etc. It is creation of master file. ഒരു സാധാരണ ഒരു ടൈമിന് മാത്രം ഡാറ്റ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ചില കാര്യങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇവിടെ വൺ ടൈം ആക്ടിവിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡീറ്റെയിൽസ് അബൌട്ട് ദി ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് ഒരൊറ്റ ടൈമിന് മാത്രം കൊടുത്താൽ മതി, പിന്നെ അതിൽ സ്റ്റോർഡ് ആണ്. അപ്പം അത്തരം രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനാണ് വൺ ടൈം ആക്ടിവിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. റിക്കറിംഗ് ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളെയാണ് റിക്കറിംഗ് ആക്ടിവിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എൻറ്ററിങ് ഓഫ് ഡെയിലി ട്രാൻസാക്ഷനുകൾ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും നടക്കും. ആ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിക്കറിംഗ് ആക്ടിവിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ ഇവിടെ പാസ്വേഡ് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ ഡാറ്റ ഓഡിറ്റ് ആൻഡ് ഡാറ്റ വാൾട്ട്.
ഇവിടെ പാസ്വേഡ് സെക്യൂരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് യൂസ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്നു പാസ്വേഡിന് വേണ്ടി. അത് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എൻ്റർ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന കീയാണ് ഇവിടെ പാസ്വേഡ് സെക്യൂരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സാധാരണ പാസ്വേഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അത്ര കീകളെയാണ് നമ്മൾ ഇവിടെ പാസ്വേഡ് സെക്യൂരിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യൂ അതിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊന്ന് ഡാറ്റ ഓഡിറ്റ് ആണ്. ഐഡൻറ്റിഫൈ ദി പേഴ്സൺ ഹൂ മേഡ് ചേഞ്ചസ് ഇൻ ദി ഒറിജിനൽ ഡാറ്റ. അതാ ഡാറ്റ ഓഡിറ്റ് എന്നുള്ള ആ രീതി ഉപയോഗിച്ച് ആര് എപ്പോൾ ഡാറ്റയിൽ മാറ്റം വരുത്തിയെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. മറ്റൊന്ന് ഡാറ്റ വാൾട്ടാണ്. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോം, ദാറ്റ് ഈസ് കോഡഡ് ഫോം, ആൻഡ് ദി അൺഓതറൈസ്ഡ് യൂസേഴ്സ് കനോട്ട് ഡീകോഡ് ആൻഡ് ഇന്റർപ്രറ്റ് ദി ഡാറ്റ. അതാ ഡാറ്റ എൻക്രിപ്ഷൻ നടത്തി ഡാറ്റകൾ മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറ്റി എന്ത് ചെയ്യുക നമുക്ക് ഡാറ്റയെ സേവ് ചെയ്യാൻ സാധിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ, അത്ര ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡാറ്റ വാൾട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. മെറിറ്റ്സ് ഓഫ് CS, demerits of CS, then സബ്സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്.